എയ്ത്ത് സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രിയുടെ 5th ചാപ്റ്ററായ സൊല്യൂഷൻസ് ലൈനുകൾ എന്ന ചാപ്റ്ററിന്റെ 3ാമത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 1ാമത്തെയും 2ാമത്തെയും ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചായിരുന്നു? സൊല്യൂട്ട് എന്താണെന്നും സോൾവെന്റ് എന്താണെന്നും സാച്ചുറേറ്റ് സൊല്യൂഷൻ, സൂപ്പർ സാച്ചുറേറ്റ് സൊല്യൂഷൻ എന്തൊക്കെയാണെന്നും പഠിച്ചു. അതേണക്ക് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്, ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്, ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ്, സസ്പെൻഷൻ, ഇത്രയായിരുന്നു നമ്മൾ പഠിച്ചു നിർത്തിയിരുന്നത്. അതിന്റെ ബാക്കി നമുക്ക് നോക്കാം. ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ്, സസ്പെൻസ് നമ്മൾ അതിലേതൊക്കെയാണ് എന്നുള്ള തരം തിരിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ. ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ട്രൂ സൊല്യൂഷൻ ആണ്. മിൽക്ക്, ഫോഗ്, ഡൈലൂട്ട് റൈസ് വാട്ടർ, ഇതൊക്കെ എന്താണ് കൊളോയിഡിൽ വരുന്നതാണ്. സസ്പെൻഷൻ ലായനിയിൽ വരുന്നത് പഞ്ചസാര ലായനി, കൊളോയിഡിൽ വരുന്നത് പാൽ, മഷി, മൂടൽമഞ്ഞ്, നേർത്ത കഞ്ഞിവെള്ളം, ഇതൊക്കെ കൊളോയിഡിൽ വരുന്നതാണ്. സസ്പെൻഷനിൽ ചെളിവെള്ളം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. അതിന്റെ ബാക്കി നമുക്ക് നോക്കാം. ഒരു പിക്ചർ തന്നിരിക്കുന്നത് കണ്ടോ? ഹാവ് യു നോട്ടീസ്ഡ് ദാറ്റ് ദ പാത്ത് ഓഫ് ദ ലൈറ്റ് ബീം ക്യാൻ ബി ക്ലിയർലി സീൻ ഡ്യൂ ടു ദ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ എ സിനിമ തിയേറ്റർ ആൻഡ് ഇൻ സ്മാർട്ട് ക്ലാസ് റൂം വെയർ വിഷ്വൽസ് ആർ ഷോൺ യൂസിംഗ് എ പ്രൊജക്ടർ? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദിസ്? അപ്പൊ സിനിമ തിയേറ്ററുകളിലും സ്മാർട്ട് ക്ലാസ് റൂമുകളിലും പ്രൊജക്ടറിലൂടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊടിപടലങ്ങൾ ഉയർന്നാൽ പ്രകാശപാത വ്യക്തമായി കാണാൻ കഴിയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് ഇതിന് കാരണം? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇപ്പൊ നമ്മൾ സിനിമ തിയേറ്ററിൽ പോയിരുന്നാലും പൊടിപടലങ്ങൾ കൂടി ഇതേപോലെ ആ ഒരു ലൈറ്റ് അടിച്ചു വരുന്നത് കാണാൻ പറ്റും. എന്താണ് കാരണം? എന്താണ് കാരണം? ഇൻ എ സിനിമ തിയേറ്റർ ആൻഡ് ഇൻ എ സ്മാർട്ട് classroom, dust particles is seen in the form of colloid. Therefore, the path of the light inside the colloid becomes visible because the solute particles in a colloidal solution are big enough scatter the light falling on them in all directions. The scattered light and our eyes, due to which we are able to see the path of the light beam inside the colloid. എന്താണ് സിനിമ തിയേറ്ററിലൊക്കെ അവിടെ അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങൾ കൊളോയിഡ് രൂപത്തിലാണ്. അതിനാൽ കൊളോയിഡിലൂടെ പ്രകാശബിംബം പ്രകാശം കടന്നു പോകുമെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അതുകൊണ്ട് നമുക്ക് പ്രകാശബീം കടന്നു പോകുമ്പോൾ പ്രകാശം കാണാൻ കഴിയും. കൊളോയിഡിലെ കണികകൾക്ക് അവയിൽ പതിക്കുന്ന പ്രകാശത്തെ ഏത് ദിശകളിലേക്കും വിസരിക്കാൻ കഴിയുന്നത്ര വലിപ്പമുണ്ട്. വിസരണം ചെയ്ത പ്രകാശം നമ്മുടെ കണ്ണുകളിൽ പതിക്കുമ്പോഴാണ് നമ്മൾ ഇത് പ്രകാശത്തിന്റെ പാത്ത് കാണുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും എന്താണ് അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ കൊളോയിഡ് രൂപത്തിലാണ് കാണുന്നത്. അതിനാൽ കൊളോയിഡിലെ കൂടെ പ്രകാശം കടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അവയിൽ പതിക്കുന്ന പ്രകാശത്തെ ഏത് ദിശകളിലേക്ക് വിസരിക്കാനും കഴിയുന്നത്ര വലിപ്പം അവയ്ക്കുണ്ട്. വിസരണം ചെയ്ത പ്രകാശം നമ്മുടെ കണ്ണുകളിൽ പതിക്കുമ്പോഴാണ് പ്രകാശത്തിന്റെ പാത നമ്മൾ കാണുന്നത്. അടുത്തത്, prepare a solution by adding 2 grams of sodium thiosulfate in a beaker containing 50 ml of water. എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ബീക്കറിൽ 50 ml ജലം എടുത്ത് അതിൽ 2 ഗ്രാം സോഡിയം തയോസൾഫേറ്റ് ചേർത്ത് ലായനി തയ്യാറാക്കുക. അറേഞ്ച് ദ ബീക്കർ ഇൻ ദ പാത്ത് ഓഫ് ബീം ഓഫ് ലൈറ്റ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ബീക്കർ പ്രകാശപാതയിൽ ക്രമീകരിച്ച ശേഷം 2-3 തുള്ളി നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർത്തിളക്കാനാണ്. ആൻഡ് ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് സ്റ്റിർ ദ സൊല്യൂഷൻ. എന്നിട്ട് ഒബ്സർവ് ചെയ്യാനാണ്. എന്താണ് കാണുന്നത്? ഇവിടെ പിക്ചർ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാം. എന്താണ് കാണുന്നത്? The path of light inside the sodium thiosulfate solution becomes invisible. But we can see the path of light inside the solution containing sodium thiosulfate and dilute hydrochloric acid. എന്താണ്? സോഡിയം
തയോസൾഫേറ്റ് ലായനി അടങ്ങിയ ബീക്കർ പ്രകാശപാതയിൽ വയ്ക്കുമ്പോൾ പ്രകാശപാത കാണാൻ കഴിയില്ല. എന്നാൽ ഇതിലേക്ക് 2-3 തുള്ളി നേർപ്പിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർത്തിളക്കി അതിനെ പ്രകാശപാതയിൽ വയ്ക്കുമ്പോൾ പ്രകാശപാത കാണാൻ കഴിയുന്നു. അതാണ് നമ്മൾ ആ പിക്ചറിൽ കണ്ടത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്തതിന് ശേഷം പ്രകാശം കടന്നു പോകുന്നതാണ് നമ്മൾ അതിൽ കൂടെ കണ്ടത്. ഓക്കെ, എന്താണ് കാരണം? റീസൺ: സൾഫർ ഗെറ്റ്സ് precipitated when sodium thiosulfate reacts with the dilute hydrochloric acid. Before the chemical reaction, the mixture existed as a solution. സോഡിയം തയോസൾഫേറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ സൾഫർ അവക്ഷിപ്തപ്പെടുന്ന രാസപ്രവർത്തനം നടക്കുന്നു. Within a few seconds, as more and more sulfur particles from they aggregate together. പ്രവർത്തനത്തിന് മുമ്പ് ഈ മിശ്രിതം ലായനിയാണ്. നിമിഷങ്ങൾക്കകം സൾഫർ ആറ്റങ്ങൾ കൂടുതലായി വേർതിരിയുമ്പോൾ ഇവ കൂടിച്ചേർന്ന് വലിപ്പം കൂടിയ കണികകളായി ലായനി കൊളോയിഡ് രൂപത്തിലേക്ക് ദൃശ്യമാകുന്നു. സമയം കഴിയുന്തോറും കൂടുതൽ വേർതിരിക്കുകയും കണികകളുടെ വലിപ്പം വർദ്ധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ എന്തോന്നായി മാറുന്നു? സസ്പെൻഷനായി മാറുന്നു. അപ്പോൾ ദ പാർട്ടിക്കിൾ സൈസ് ദാറ്റ് ഗെറ്റ്സ് ബിഗർ ആൻഡ് ഫോംസ് എ കൊളോയിഡ് മേക്കിംഗ് ദ പാത്ത് ഓഫ് ദ ലൈറ്റ് beam visible. Further, more and more sulfur particles get separated and size of the particles get separated and size of the particles keep on increasing. Thus mixture become a suspension. Okay, മനസ്സിലായ? സോഡിയം ക്ലോറൈഡ് ആദ്യം സോഡിയം സൾഫേറ്റ് ലായനിയിൽ ബീക്കർ വെച്ചപ്പോഴത്തേക്ക് പ്രകാശപാത കാണാൻ നമുക്ക് കഴിയില്ല. അതിൽ കൂടെ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ ചേർത്തപ്പോഴത്തേക്കാണ് പ്രകാശപാത നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്താണ് സംഭവം? സോഡിയം തയോസൾഫേറ്റ് ലായനി അടങ്ങിയ ബീക്കർ പ്രകാശപാതയിൽ വയ്ക്കുമ്പോൾ പ്രകാശപാത നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ അതിലായിട്ട് 2-3 തുള്ളി ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർത്ത് ഇളക്കുമ്പോഴത്തേക്ക് പ്രകാശപാത നമുക്ക് കാണാൻ കഴിയുന്നു. എന്താണ് കാരണം? സോഡിയം തയോസൾഫേറ്റ് ഹൈഡ്രോജൻ ആസിഡും കൂടെ പ്രവർത്തിച്ച് സൾഫർ എന്ന അവക്ഷിപ്തമാണ് ഉണ്ടാകുന്നത്. അത് രാസപ്രവർത്തനത്തിന്റെ ഫലമായി ആ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായി കിട്ടുന്നത് ആദ്യം എന്തോന്നാണ്? മിശ്രിതം എന്തോന്നാണ്? ലായനിയാണ്. നിമിഷങ്ങൾക്ക് അതെന്തോന്നായിട്ട് മാറുകയാണ് ചെയ്യുന്നത്? അതിൻ്റെ പാർട്ടിക്കിൾസിന്റെ വലിപ്പം കൂടുകയും തന്മാത്രകളുടെ വലിപ്പം കൂടുകയും അവ എന്തോന്നായിട്ട് കണികകളുടെ വലിപ്പം കൂടി അവ കൊളോയിഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് പ്രകാശത്തിന്റെ പാത നമുക്ക് അതിൽ കൂടെ കാണാൻ കഴിയുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അതെന്തായി മാറുകയാണ്? വീണ്ടും കണികകളുടെ വലിപ്പം വർദ്ധിക്കുകയും അവ സസ്പെൻഷൻ ആയി മാറുകയും ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയോ? പിക്ചറാണ് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ? അടുത്ത് നോക്ക്. സൾഫർ ഗെറ്റ്സ് precipitated when sodium thiosulfate react with the dilute hydrochloric acid. Before the chemical reaction, the mixture existed as solution. Within a few seconds, as more and more sulfur particles from they aggregate together, the particle size thus get bigger and forms colloid, making the path of light beam visible. Further, more and more sulfur particles get separated and the size of particles keep on increasing. Thus the mixture became suspension. അപ്പോൾ ആ ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. എന്താണ്? സോഡിയം തയോസൾഫേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ സൾഫർ അവക്ഷിപ്തപ്പെടുന്ന രാസപ്രവർത്തനം നടക്കുന്നു. പ്രവർത്തനത്തിന് മുമ്പ് ഈ മിശ്രിതം ലായനിയാണ്. നിമിഷങ്ങൾക്കകം സൾഫർ ആറ്റങ്ങൾ കൂടുതലായി വേർതിരിയുമ്പോൾ അവ കൂടിച്ചേർന്ന് വലിപ്പം കൂടിയ കണികകളായി ലായനി കൊളോയിഡായി രൂപാന്തരപ്പെടുന്നു. അപ്പോൾ പ്രകാശപാത നമുക്ക് ദൃശ്യമാകുന്നു. സമയം കഴിയുന്തോറും കൂടുതൽ സൾഫർ കണികകൾ വേർതിരിക്കുകയും കണികളുടെ വലിപ്പം വർദ്ധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മിശ്രിതം എന്തോന്നായി മാറുന്നു? സസ്പെൻഷനായി മാറുന്നു. Tabulate the mixtures what we use our daily life of solutions, colloid and suspensions.
ആർ കൊളോയിഡ്സ് ആൻഡ് സസ്പെൻഷൻസ് ആർ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ഡിസ്കസ് ചെയ്യാനാണ്. നാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന മിശ്രിതങ്ങളിൽ നിന്ന് ലായനികൾ, കൊളോയിഡുകൾ, സസ്പെൻഷനുകൾ എന്നിവ എഴുതാനാണ്. കൊളോയിഡുകളും സസ്പെൻഷനുകളും ഏകാത്മക മിശ്രിതങ്ങളാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആണോ? Colloids and suspensions are heterogeneous mixtures because its properties are not uniform everywhere, so they are nitrogen. കൊളോയിഡും സസ്പെൻഷനും ഏകാത്മക മിശ്രിതങ്ങളാണ്. കൊളോയിഡ് ആൻഡ് സസ്പെൻഷൻ ആർ ഭിന്നാത്മക മിശ്രിതങ്ങളാണ്. കാരണം ഇവയുടെ സ്വഭാവ സവിശേഷതകൾ എല്ലാ ഭാഗത്തും ഒരുപോലെയല്ല. നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ്, കൃത്രിമ പാനീയങ്ങൾ. നമുക്കറിയാം പലതരത്തിലുള്ള, നമുക്കിപ്പോൾ കടകളിൽ പല കളറുകളിലും കിട്ടുന്ന ഒന്നാണ് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ ജ്യൂസസ് ദാറ്റ് വി ഡ്രിങ്ക് ആർ ലിക്വിഡ്സ് ഇൻ എ കൊളോയിഡൽ ഫോം. നാം ഉപയോഗിക്കുന്ന പല ജ്യൂസുകളും കൊളോയിഡ് രൂപത്തിലുള്ള പാനീയങ്ങളാണ്. സച്ച് ജ്യൂസസ് ആൻഡ് ലിക്വിഡ്സ് ആർ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. ഇത്തരത്തിലുള്ള ജ്യൂസുകളും പാനീയങ്ങളും മാർക്കറ്റിൽ ലഭ്യമാണ്. ദേ ഡു നോട്ട് സെറ്റിൽ ഡൗൺ ഈവൻ ആഫ്റ്റർ സ്റ്റോറേജ്. ദീർഘകാലം സൂക്ഷിച്ചാലും ഇവ അടിയുന്നില്ല എന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലേ? എത്രയോ കാലം വരെ വേണമെങ്കിലും ഇങ്ങനെ ഈ ബോട്ടിലുള്ള വെള്ളങ്ങൾ സൂക്ഷിച്ചിരിക്കാം, അല്ലേ? ഹൗ ആർ ദേ റിറ്റൈൻ such for long periods of time without setting down? Do you know some substances are added for this purpose? ഇതിൽ പല വസ്തുക്കളും എങ്ങനെയായിരിക്കും ഇവ അടിയാതെ കുറെ കാലം നിലനിർത്തുന്നത്? ഇതിനായി പല വസ്തുക്കളും പാനീയങ്ങളിൽ ചേർക്കാറുണ്ടെന്ന് അറിയാമോ? പല കെമിക്കൽസ് ഇതിൽ ചേർക്കാറുണ്ട്, അല്ലേ? ഇവയെ എന്ന് പറയുന്നു സ്റ്റെബിലൈസേഴ്സ്. അതായത് നമ്മൾ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ ഇത് കേടാവാതിരിക്കാൻ വേണ്ടി ചേർക്കുന്ന വസ്തുക്കളാണ് സ്റ്റെബിലൈസറുകൾ എന്ന് പറയുന്നത്, സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ആർ കെമിക്കൽസ് ആഡഡ് ടു സോഫ്റ്റ് ഡ്രിങ്ക്സ് ഓൺലി ഫോർ ദിസ് പർപ്പസ്? ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമാണോ കൃത്രിമ പാനീയങ്ങളിൽ രാസവസ്തുക്കൾ ചേർക്കുന്നത്? ആണോ? അല്ല. വാട്ട് ആർ ദ പർപ്പസ് ഫോർ വിച്ച് കെമിക്കൽ സബ്സ്റ്റൻസസ് ആർ ആഡഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ്? കൃത്രിമ പാനീയങ്ങളിൽ മറ്റെന്തിനെല്ലാം രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്? ഏതിനൊക്കെയാണ്? വാട്ട് ആർ ദ പർപ്പസ്? ഫോർ കളർ, ഫോർ സ്മെൽ, ഫോർ ടേസ്റ്റ്. ഇതിനൊക്കെ നിറത്തിനും മണത്തിനും രുചി കൂടുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലെ കെമിക്കൽ സബ്സ്റ്റൻസസ് ഇതിൽ ഡ്രിങ്ക്സിൽ ആഡ് ചെയ്യുന്നത്. നോക്കാം. കെമിക്കൽ സബ്സ്റ്റൻസസ്, ജ്യൂസ് ഓർ ഫുഡ് മെറ്റീരിയൽസ് ടു വിച്ച് ഇറ്റ് ഈസ് ആഡഡ്. യൂസും ഉപയോഗം നോക്കാൻ. ചേർക്കുന്ന പാനീയവും ഭക്ഷ്യപദാർത്ഥവും അതിൻ്റെ ഉപയോഗമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ഏതാണ്? ടാർട്രസിൻ. ടാർട്രസിൻ എന്ന് പറയുന്ന ഒരു ഫുഡ് മെറ്റീരിയൽ ആണ്, ഭക്ഷ്യപദാർത്ഥമാണ്. കളറിങ് ഏജന്റ്, യെല്ലോ കളർ നൽകുന്നതാണ്, നിറം നൽകുക. ഏത് കളറാണ്? യെല്ലോ. എറിത്രോസിൻ. എറിത്രോസിൻ എന്ന് പറയുന്നത് ഒരു ഭക്ഷ്യപദാർത്ഥമാണ്, നിറം നൽകുന്നത്. എന്തോന്ന് കളറാണ് നൽകുന്നത്? റെഡ് കളർ. കളറിങ് ഏജന്റ് റെഡ്. വാനിലിൻ, അത് ഒരു ഭക്ഷ്യപദാർത്ഥമാണ്, രുചി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ എന്തോന്നാണ്? ഫോസ്ഫോറിക് ആസിഡ്. അത് സോഫ്റ്റ് ഡ്രിങ്ക്സ്, കൃത്രിമ പാനീയം. ടു ഗീവ് സോർ ടേസ്റ്റ്, പുളി രുചി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, സോർ ടേസ്റ്റിന് വേണ്ടിയിട്ട്. അടുത്തെന്തോന്നാണ്? അലൈൽ ഹെക്സനൈറ്റ്, അതൊരു ഫുഡ് മെറ്റീരിയലാണ്. ഫോർ ഫ്രാഗ്രൻസ്, പൈനാപ്പിൾ, പൈനാപ്പിളിൻ്റെ ഒരു സുഗന്ധം നൽകാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കെമിക്കൽസുകളെല്ലാം നമ്മൾ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സുകളിലൊക്കെ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ. സ്റ്റെബിലൈസറുകൾ. എന്താണ് സ്റ്റെബിലൈസേഴ്സ് എന്നുള്ളത്? സം കെമിക്കൽ സബ്സ്റ്റൻസസ് യൂസ്ഡ് ആസ് സ്റ്റെബിലൈസേഴ്സ് ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് ടു പ്രിവെന്റ് ദ പാർട്ടിക്കിൾസ് ഫ്രം ഗെറ്റിംഗ് സെറ്റിൽഡ് ആർ. അതായത് കണികകൾ അടിയുന്നത് തടയാനായി കൃത്രിമ പാനീയങ്ങളിൽ ചേർത്തിരിക്കുന്ന സ്റ്റെബിലൈസറുകളായ രാസവസ്തുക്കൾ ചിലതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് സ്റ്റെബിലൈസർ എന്ന് പറയുന്നത്? കൃത്രിമ പാനീയങ്ങളിൽ ചേർക്കുന്ന കെമിക്കൽസ്, അതാണ് സ്റ്റെബിലൈസറുകൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് അതിൽ വരുന്നത് സ്റ്റെബിലൈസേഴ്സ്?
ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ, പിന്നെ എന്തോന്നാണ്, സുക്രോസ്, അസറ്റേറ്റ് ഐസോബ്യൂട്ടിറേറ്റ്, പിന്നെന്തോന്നാണ് പറഞ്ഞത്, ഗ്ലിസറൈൻ എസ്റ്റർ ഓഫ് റോസിൻ. ഇത്രയാണ് എന്തോന്ന് സ്റ്റെബിലൈസേഴ്സ്, സാധാരണ ഉപയോഗിക്കുന്ന സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെ? ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ, സുക്രോസ്, അസറ്റേറ്റ് ഐസോബ്യൂട്ടിറേറ്റ്, ഗ്ലിസറൈൽ എസ്റ്റർ ഓഫ് റോയിസൺ. ഓക്കെ, നോക്കാം. Most of them are injurious to health. Is it dangerous to add such chemicals to soft drinks? How does the continuous use of soft drinks affect the human body? Why didn't you conduct an സ്റ്റഡി അലോങ് വിത്ത് യുവർ ഫ്രണ്ട്സ്? അപ്പൊ ഇവയിൽ പലതും നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇത്തരത്തിലുള്ള രാസവസ്തുക്കൾ കൃത്രിമ പാനീയങ്ങളിൽ ചേർക്കുന്നത് അപകടകരമല്ലേ? എത്ര അപകടകരങ്ങൾ എന്ന് പറഞ്ഞാലും നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞാൽ വിടില്ല, അല്ലേ? കൃത്രിമ പാനീയങ്ങൾ തുടർച്ചയായി ഉപയോഗിക്കുന്നത് ശരീരത്തെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്ന് കണ്ടെത്താം. നിങ്ങൾ ടീച്ചേഴ്സിൻ്റെ അടുത്തോ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഗവേഷണമൊക്കെ നടത്തി ഇൻ്റർനെറ്റൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എത്രത്തോളം കൃത്രിമ പാനീയങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്ന്. ഓക്കെ, ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. ഇതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചാപ്റ്റർ വൈസ് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസും ലെറ്റേഴ്സും ആയിട്ട് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു.